ഹായ് സാർ. നമ്മുടെ മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മെഡിറ്റേഷനും നമ്മുടെ ഗോൾ സെറ്റിംഗും തമ്മിൽ എന്തെങ്കിലും ബന്ധമാണ്? ഇതെങ്ങനെ കണക്റ്റഡ് ആണ്? ഓക്കെ ഓക്കെ സാധാരണഗതിയിൽ നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മൈൻഡ് മാസ്റ്ററി ഒന്നും ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം വരത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പരന്ന് കിടക്കുക, സൂര്യപ്രകാശം പോലെ പരന്ന് കിടക്കുക. ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ലെൻസ് പിടിച്ച സൂര്യപ്രകാശം ഒരു കടലാസിലേക്ക് വരുമ്പോഴത്തേക്ക് തീ പിടിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1000 കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പം മെഡിറ്റേഷനിൽ നമ്മൾ പോകുമ്പോഴത്തേക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് ഗോൾ എന്താണോ നമ്മളെ ചീഫ് ഗോളാണ് കാണുന്നത്. അപ്പം മെഡിറ്റേഷനിൽ പോയി സാധാരണഗതിയിൽ ബ്രീത്ത്, PMR, അത് കഴിഞ്ഞിട്ട് ഇമോഷൻസിനെ ന്യൂട്രലൈസ് ചെയ്തു, അത് കഴിഞ്ഞ് ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഗോള് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഗോൾ ഇൻ ആക്ഷൻ. ഇപ്പോൾ നമ്മളൊരു വലിയ ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിംഗ് ഇങ്ങനെ പണിത് തീരാറായതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വീണ്ടും നമ്മൾ അടുത്ത ദിവസം കാണുമ്പോഴും ഇത് തന്നെയാണ് കാണുന്നത്, നമ്മുടെ ചീഫ് ഗോളുകൾ നടക്കുന്നതായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കും, ആഫർമേഷൻ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ അതുമായിട്ട് കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ബ്രെയിനിൻ്റെ ശ്രദ്ധ എന്ന് വേണം പറയാം മലയാളത്തിൽ. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഗോളിൽ മാത്രമാവും. അറ്റ് എ ടൈം നമ്മൾ ഒറ്റ ഗോൾ സെറ്റ് ചെയ്യുക അല്ലേ സാർ? ഒരു ഗോളിൽ മാത്രമാവും. അപ്പം ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് പവർ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഭയങ്കര വലിയ ഗോളാണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്, ഡെഫിനറ്റ് ആണ്. അതേസമയം നമ്മൾ മനസ്സിൽ തന്നെ ഒരു 5-6 കാര്യം ഒരേ സമയത്ത് കൊടുക്കുക, അതിന് പ്രയോറിറ്റി ഒന്നുമില്ല. പ്രയോറിറ്റി ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്കിത് ഏത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുമ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത് ഒന്നിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഗോൾ സെറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്കറിയാം വാട്ട് എക്സാക്ട്ലി ഐ വാണ്ട്. ഓക്കെ, അപ്പോൾ ഹെൽത്തിൽ എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പം എനിക്ക് എത്ര പണമാണ് വേണ്ടത്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അതിനെക്കുറിച്ചൊരു സർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈൻഡിൻ്റെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ടൂൾസിൽ ഏത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗോൾ സെറ്റ് ചെയ്യണം. പക്ഷേ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതി കോൺഷ്യസ് ലെവലിലുള്ള ഗോള് നമുക്ക് ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മളൊരു ഏറ്റവും അങ്ങേയറ്റത്തെ ശാസ്ത്രീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോൾ പർപ്പസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പോലും എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പല വാസനകൾ എന്ന് പറയുന്നില്ലേ, ചിലപ്പോൾ 2 വയസ്സ് മുതലേ പാട്ട് പാടാനുള്ള കഴിവ്, ചിത്രം വരയ്ക്കാനുള്ള കഴിവ്, അത് പിന്നീട് മാറില്ലേ സാർ? അത് തന്നെ ആയിരിക്കോ? കണ്ടിന്യൂസ് മാറ്റം ഉണ്ടാവില്ലേ? ഇല്ല, കൂടുതലും മാറാറില്ല, വളരെ റയറായിട്ട് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. പക്ഷെ അവരുടെ ജന്മവാസനകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പം അത് അവരുടെ സോളിൻ്റെ ഒരു പർപ്പസുമായിട്ട് വളരെ കണക്റ്റഡാണ്. അപ്പം നമുക്ക് ഈ സോൾ പർപ്പസ് കണ്ടുപിടിക്കാം. നമ്മൾ സോൾ മാസ്റ്ററിലൊക്കെ ആണെങ്കിൽ 3 ദിവസം എടുക്കും നമ്മൾ ഈ സോൾ പർപ്പസ് കണ്ടുപിടിച്ച് വരുമ്പോൾ. സോൾ പർപ്പസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവർ കണ്ടുപിടിച്ച് എഴുതി ദിസ് ഈസ് മൈ സോൾ പർപ്പസ്, വളരെ വ്യക്തമായി. ഇത് വീണ്ടും പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്ത് അങ്ങനെ സോൾ പർപ്പസ് നമ്മൾ ഒരിക്കൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫ് പർപ്പസ്, അതായത് സോൾ പർപ്പസ് ഇൻ ആക്ഷൻ ആണ് ലൈഫ് പർപ്പസ്. അപ്പം സോൾ പർപ്പസ് ഇന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, അത് നേടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, അതാണ് നമ്മുടെ ലൈഫ് പർപ്പസ്. അത് കഴിഞ്ഞാണ് അപ്പോൾ ഈ കാര്യം കൂടെ കിട്ടിയിട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ നമുക്ക് ആദ്യം മൈൻഡ് മാസ്റ്ററിലേക്ക് വരുന്ന ഒരാളോട് അത് പോയി ചെയ്തിട്ട് ഞാൻ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, സോൾ പർപ്പസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് ഈ നമ്മുടെ സ്ട്രഗിൾസിനൊക്കെ എന്താണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ സ്ട്രഗിൾസ് കൊണ്ട് നമുക്ക് സഫറിങ്സ് അല്ല വരുന്നത്, നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് പോലെ പിന്നീട് തോന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലൈഫ് പർപ്പസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ടാലൻസ്, പാഷന്, ലൈഫ് മിഷന്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഗോള് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ബുക്ക്ലെറ്റ് അയച്ചു കൊടുക്കും. ആ ബുക്ക്ലെറ്റ് അയച്ചു കൊടുക്കുന്നതിനകത്ത് അവർ ഗോള് സെറ്റ് ചെയ്തിട്ട് വരണം.
അവരതിനുള്ള ഓബ്സ്റ്റക്കിൾസും കൂടെ കൊണ്ടുവരണം. അപ്പം അവരുടെ ഗോൾ എത്ര വലുതാണെങ്കിലും അവരുടെ മൈൻഡിൻ്റെ ആ ശക്തി കൃത്യമായിട്ട് എടുത്തിട്ട് അവരുടെ ഗോള് അച്ചീവ് ചെയ്യിക്കുക, വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് എത്താൻ അങ്ങോട്ട് എത്താനായിട്ട് പറ്റും. നമുക്ക് ചാലഞ്ചായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വരുന്ന പല ആൾക്കാരും ഈ ക്ലാസ് കഴിഞ്ഞ് പോയാലൊന്നും ഗോൾ എഴുതൂല. അതിനുള്ള പേപ്പേഴ്സൊക്കെ നമ്മൾ കൊടുത്താൽ എഴുതിക്കോളാം. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ അയ്യോ അത് ഞാൻ വിട്ടുപോയി കേട്ടോ. ഇപ്പോൾ ഒരു പുതിയ രീതി നമ്മൾ കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ കയറ്റൂ. ഈ ഒരു കൂടുതൽ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ. പിന്നെ അത് അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഡീപ്പർ മെഡിറ്റേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ അവിടെ വരാം, അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഗോൾ സെറ്റ് ചെയ്യാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ക്ലാസ് അനുഭവിച്ചിട്ട് കൈയടിച്ചിട്ട് പോവുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇത് മൂന്നും കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതും മെഡിറ്റേഷൻസ് ആണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 5 കാര്യം 6 കാര്യത്തിന് വേണ്ടി ഒന്നിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ല. വൺ അറ്റ് എ ടൈം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളിപ്പോൾ ഫിലോസഫി പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു ജീവശക്തി, ഒരു എന്താണ് സോളിൻ്റെ ഒരു ഇതുണ്ടെന്നുള്ളതാണല്ലോ, ഈശ്വരൻ്റെ ഒരു അംശം, അഹം ബ്രഹ്മാസ്മി. അപ്പോൾ നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്തും ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുള്ള ദൈവാംശത്തിന് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടും അതിലേക്ക് റീച്ച് ചെയ്യാനും, അപ്പോൾ അത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് ഗോൾ സെറ്റ് ചെയ്യാനും ആ ഗോൾ നേടിയെടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.